ഉറൂസും പൊങ്കാലയും പെരുന്നാളൊക്കെ കൂടാനുള്ളവന്മാരോട് അതെല്ലാം കൂടിയിട്ടിരിക്കാൻ പറയണം. ആശ തീരാതെ ചാകരുതല്ല. നല്ലൊരു സാധനം വരുന്നുണ്ട്. ടൈം പറയില്ല, അതാണ് പ്രശ്നം. നാളെ തന്നെയാണ് സിനിമാറ്റിക്സ് ഇറങ്ങിയിലേക്ക് ഇപ്പൊ നാളെ തൊട്ട് വന്നാ മതിന്നാ. വരുമ്പോ ഒരു 1.5 വരവേ കരടാ, പക്ഷെ എപ്പോ വരും പറയാൻ പറ്റൂല. അതാണ് ഇത് ആരതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടിമിന്നലും മായയും എത്തിക്കേ ഇതില് നോക്കിയന്റെ പേടുണ്ട് കേറ്റാൻ പറ്റുന്ന എല്ലാം കേറ്റിട്ടുണ്ട്. എന്റെ ഒരു സാധനം വരുന്നുണ്ട്. എന്ത് സിനിമാറ്റിക്സ് ആണോ? ഞാനാ നടൻ. കഥ എന്താണ്? മറ്റേ കാലിതിന്റെ ഒപ്പം ഉള്ളതാണോ? അത് പറഞ്ഞു, കേട്ടു. 2-0 കട്ട് ചെയ്യാണെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് മാറ്റിയാ പലതും പറയണപ്പോ ഞാൻ കേട്ടു. നമ്മള് ലോയൽറ്റി പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആദ്യം നമ്മൾ അവിടെ ഗ്യാങ് ആവാഞ്ഞത്. കംപ്ലീറ്റ്ലി എൻറ്റയർലി 100% നമ്മുടെ ഇതിന്റെ കോമഡി ഒന്നുണ്ട് ചേട്ടാ. അത് ഇതല്ല, മാക്കിന്റെ ഈ സാധനം ഫുള്ള് ഓർമ്മ ഉണ്ടോ നോക്കിയാ? ഈ സാധനം ഫുള്ളില്ലേ മോണിറ്ററിന്റെ ബാക്കിലായിരുന്നു മാക്കിന്റെ. മാക്ക് ഇത് ഇങ്ങനെ കാണും. മാക്ക് ഇത് വേറെ നാട്ടുകാർക്ക് ആർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്ട് വെച്ചതല്ല. ഇത് മാക്ക് ഒറ്റക്ക് കണ്ടുകണ്ട് സുഖം പിടിക്കും. പിന്നെ നമ്മളെല്ലാരും പറഞ്ഞ് കളിയാക്കിയിട്ടാണ് ഇപ്പൊ ഇത് ബാക്കിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചത്. ഇത് ആദ്യം ഇതിന്റെ ബാക്കിലായിരുന്നു, നേരെ മോണിറ്ററിന്റെ ബാക്കിൽ. കൊണ്ടാണ് ആദ്യം നമ്മൾ അവിടെ ഗ്യാങ് ആവാഞ്ഞത്. കംപ്ലീറ്റ്ലി എൻറ്റയർലി 100% നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു. നമ്മളവിടെ ആദ്യം ഗ്യാങ് ആവാതെ പോയത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക്. പക്ഷെ ആ മിസ്റ്റേക്ക് പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അന്ന് ആ ലോയൽറ്റി പോയിന്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ നമ്മൾ ഗ്യാങ് സ്ലോട്ടിൽ നിന്ന് പുറത്തായി പോകുമ്പം ഇനി തിരിച്ചിവിടെ ഗ്യാങ് ആയിട്ട് വരുമ്പം ലോയൽറ്റി പോയിന്റും കംപ്ലീറ്റ് ആക്കാതെ എലൈറ്റ് ഗ്യാങ് ആയിട്ട് തിരിച്ചു വരുമെന്ന് മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചല്ല. നമ്മുടെ പിള്ളേർ അത് നമുക്ക് സാധിച്ചു തന്നു. ഇന്റെ ടെൻഷൻ ഒന്നല്ല, ഇതൊക്കെ റെഡി ആയിങ്ങാണ്ട് സെർവർ വരുമ്പോത്തിന് മറ്റേ GTA 6 വന്നുകൊണ്ട് ഇതൊക്കെ ആകെ തുമ്പില്ലാതാവോന്നാണ് എന്റെ ടെൻഷൻ. 5M എങ്ങാനും ഇനി റോക്ക് സ്റ്റാർ ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥ ആലോചിച്ചൊക്കെയാണ് ചാറ്റ്. GTA 6 തോന്നുന്നത് ഒരു 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ എനിക്ക് തോന്നുന്നു GTA 6 വരും. ഡിസംബർ ആക്കിയാ? എടാ ഇല്ല, ഞാൻ ഇന്ന് ഒരു സാധനം കണ്ട്, മറ്റേ യൂട്യൂബിലൊരു സാധനം കണ്ട്, എന്തോ ലീക്കാക്കി ഏതൊരു ചെങ്ങായി ഓൾറെഡി ഒഫീഷ്യലി ലീക്കാക്കി എന്താ GTA 6ന്റെ കുറെ സാധനം. അവന്റെ ലീക്കാക്കിയവന്റെ പേരൊക്കെ ഗണ്ണുകൊണ്ട് വാളുമ്മ ഫയർ ചെയ്ത് കണ്ട് അവന്റെ പേരൊക്കെ ഇതാക്കി വെച്ചാണ് ലീക്കാക്കിയവന്റെ. അപ്പോൾ അവനെ തപ്പാൻ വേണ്ടി കണ്ട് ഇതേമാതിരി ഓൾറെഡി റോക്ക് സ്റ്റാർ എന്തോ ഇതൊക്കെ തപ്പുന്നുണ്ട് അവനെ. അപ്പം മിക്കവാറും സൂൺ ലീക്കാവാൻ, ഒഫീഷ്യലി എല്ലാം ലീക്കാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ലീക്കാവുന്നതിന് മുമ്പ് തന്നെ റോക്ക് സ്റ്റാർ ചിലപ്പോൾ ഒന്നുകൂടിയും പെട്ടെന്ന് റോക്ക് സ്റ്റാർ തന്നെ ചിലപ്പോൾ ഒന്നുകൂടി സ്പീഡ് ആക്കിയാണ്ട് ലോഞ്ച് ആക്കാനും ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അതും ശരിയാ. അപ്പോ മിക്കവാറും GTA 6 വരുമ്പം നിങ്ങളന്ന് ആലോചിക്കണം, GTA 6 വരുന്ന സമയത്ത് 5M എങ്ങാനും റോക്ക് സ്റ്റാർ തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ എത്ര പേര് പോകൂലേ? നമ്മളെ മെമ്പേഴ്സ് മാത്രല്ല 5M PC-യിൽ വരാൻ കുറെ നാളെടുക്കും. PS5 ഇറങ്ങി 1 വർഷം കഴിഞ്ഞൊക്കെ PC-യിൽ വരത്തുള്ളൂ. അത് ശരിയാന്നല്ലേ. DC അൺലോക്ക് ആക്കാൻ പറയുന്നടാ. ആരാ മോഡ്സ് ആരുള്ള എന്താക്കടാ ഗെയിമിങ് ഇന്നലെ വെറുതെ AR എല്ലാം കൊണ്ടുപോയി വെറുതെ കൊടുത്ത് സിറ്റിസൻസിന് എന്ത് ചെയ്യും? മണ്ടത്തിനാണല്ലോ ചോദിക്കുന്ന. എന്ത് ചെയ്യാൻ പറ്റൂടാ? ഷട്ട് ഡൗൺ ചെയ്യൂലല്ലോ 5M എന്നോ? അങ്ങനൊന്നും പറയാൻ പറ്റില്ലടാ ലോക്കി, അത് പറയാൻ പറ്റൂല. അവർക്ക് അവരെ ചോയ്സസ് ആണ് അതൊക്കെ. അങ്ങനെയും റൂമറുകൾ വരുന്നുണ്ട്. DC ഇതൊന്നും ആരെങ്കിലും ഒന്ന് അൺലോക്ക് ആക്കി കൊടുക്കടാ.
ഏതാണ് ഈ കോമാളി? ശ്ശോ. നീ എന്നടാ കുണ്ണയത്? അതിന്റെ ഇടയിൽ കൂടെ എന്ത് കിക്ക് പോയിന്റ്സും വഹിക്കുന്നുണ്ടോ നീ? ആ ഒരു കിക്ക് പോയിന്റ് കഴിക്കുന്നുണ്ടാരോ? ഹാപ്പി ഓണം. അയ്യോ, ബിലാലിനെ ഇക്കുറി ഇത് മാവേലി ആക്കിച്ച നല്ല കോമഡി ആവൂലേ? ബിലാൽ ആവല അറിയുന്നുണ്ട്. ഞാനും കണ്ടപ്പോഴത് തന്നെ ഞാനും ആലോചിച്ചു ബിലാൽ അടിപൊളിയായിരിക്കും മാവേലിയായിരുന്നെങ്കിൽ. ബിലാല് മാവേലി ആയ അടിപൊളിയാവടാ. പക്ഷെ ബിലാൽ ആവൂലെന്നാ പറയുന്നത്. ലുക്ക് അല്ലെങ്കിൽ ഹൂ പിന്നെ ഡേ മാനിക്കാളാ. ലാസ്റ്റ് എന്നാ. ഇനി ഇതിന്റെ മേലെ ഒന്നും വരാനില്ല. വെടിവീരൻ ഖാലിദ്. ഇതെന്താണ് ഇത്? കാലി തന്നെ. അതല്ല, ഇതെന്തിന്റെ ഇതാണ്? പണ്ടത്തെ സിയോണിലത്തെ സിയോണില് ഏഹ് സിയോണിലെത്തിച്ച് എന്താണ് ഇതെന്താ? എന്താണ് പ്രശ്നം എന്താണ്? അല്ല അത് നമുക്ക് ലൈവ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ലൈവ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. എടാ എന്താണ് പ്രശ്നം എന്താണ് ചോദിര്? ഇല്ല കളറിന്റെ കേസാണ് ആർസെന്റെ. RS-7 കളറിന്റെ സിനാരിയോ ഹാഫിസ് പ്രോയോട് സംസാരിക്കുക. സംസാരിക്കണം. ആ. സർവീസ് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പണി ചെന്ന് കഴിഞ്ഞാൽ സിറ്റി വരുമ്പോഴത്തേക്ക് മേ ബി കിട്ടും. അല്ല, ഇത് ഞാൻ Yes. കണ്ടിടണമെന്നുണ്ട്. ഞാൻ already ഇതല്ലല്ലോ, പറഞ്ഞല്ലോ, വേറെ ഏതോ ഒരു അവരുടെ ക്ലിപ്പ് ഇതിന്റെ. ഗ്യാങ് ആക്ടിവിറ്റി എന്താ വെച്ചാൽ നോക്കി ചെയ്ത് കൊടുക്കുക. പക്ഷെ മിസ്റ്റർ എക്സ് ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ മിസ്റ്റർ എക്സ് കേറിക്കോളൂ. സിറ്റിയിൽ കയറ്റി കൊടുക്കാൻ വേണം. അത് കേട്ടാ സാറാ നമ്മള് പറഞ്ഞ അസെറ്റ്സ് കയറ്റി കൊടുക്കാം. പകര നീ ഓഫീസ് പ്രോയുടെ അവരോട് സംസാരിക്കാൻ പറ. കളർ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ കയറ്റി കൊടുക്കാം. അല്ല, നോർമൽ പ്രൊസീജിയർ. സിറ്റി കയറുക, മിസ്റ്റർ എക്സിനെ കാണുക, അത് കഴിഞ്ഞ് ഹാഫിസ് പ്രോനെ മീറ്റ് ചെയ്യുക, അവര് കളർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഫൈനലൈസ് ആയതിനു Chat ശേഷം നമ്മള് ഓരോ പേര് അസറ്റുകൾ കളയണം. നമ്മള് ആ വേണമെങ്കിൽ ഈ ഞാൻ server ൽ ഇത് സാധനം കണ്ടതാ. ഇത് കുറെ പേര് ഇന്നിപ്പോ എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് പേര് മെസ്സേജ് ചെയ്തിട്ട് ഇതേമാതിരി പറഞ്ഞു. കുറെ പേര് ഇതേപോലെ പാക്കുന്റെയും അതേപോലെ വേറെയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് എന്താ പറയാ ചാറ്റിൽ പോയിങ്ങാണ്ട് തൂമ്പി സെർവറാണ് ഇതാക്കി കൂടെ അങ്ങോട്ടായിക്കൂടെ. അതെന്താ വെച്ചാ ഞാൻ പറയാലോ, ഇപ്പൊ കഴിഞ്ഞ ഒരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയൊരു ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കുറെ പേർക്ക് മനസ്സിലായി റേജ് വെയിറ്റ് ആക്കാൻ വേണ്ടിയാണ്ട് അല്ലെങ്കിൽ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയാണ്ട് കുറെ കുത്തിത്തിരിപ്പ് കുണ്ണാളാണെന്നുള്ളത് അത് മനസ്സിലാവും. പക്ഷെ സ്റ്റിൽ എന്നാലും ഞാൻ പറയാ, വെറുതെ ഈ ഒരു ടൈപ്പ് സെർവർ എന്തു അങ്ങനത്തെ സാധനം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുറേ പേർക്ക് ഉണ്ട് ഇപ്പോഴും എങ്ങനെ വെറുതെ ചാറ്റിൽ പോയിട്ട് ഇങ്ങനെ ഒരുമാതിരി ട്രിഗർ ആക്കുന്ന അല്ലെങ്കിൽ അവന്മാരെങ്ങനെ പിരാന്താക്കുന്ന ഓരോ വർത്താനം പറയുന്ന പരിപാടി. ആ സംഭവം നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവരുത്. അത് നിർത്തണം. മനസ്സിലായോ? ഹബീബാ അതാരാന്ന്? ഹബീബ് ആണ്. എനിക്കറിയില്ല, സ്പെസിഫൈഡ് ആയിട്ടുള്ള ആളെന്ന് ഞാൻ കണ്ടിട്ടോ ഇതാക്കിയിട്ടോ ഒന്നുമില്ല. കുറെ പേര് എനിക്ക് ഇതേമാതിരി മെസ്സേജ് അയച്ചിട്ട് മോഡ്സ് ഒക്കെ എൻ്റെ അടുത്ത് ഇതേമാതിരി മെസ്സേജ് കണ്ടൊക്കെ പറഞ്ഞു ഇങ്ങനെ ചാറ്റിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വെറുതെ അഡ്മിൻസിനെ ഇതാക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. വെറുതെ ഒരാൾ ലൈവിൽ പോയി കണ്ട് ഇങ്ങനെ മൈൻഡ് ഫക്ക് ആക്കാൻ നിൽക്കരുത്. ഓൾറെഡി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സെർവർ പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 month കഴിഞ്ഞു ഇല്ലേ? 1 month ആയിട്ടുണ്ടാവും. 1 month എന്തായാലും ആയിട്ടുണ്ടാവും. ആ 1 month കഴിഞ്ഞിട്ട് ഇപ്പോഴും അവരൊരു ഫ്രഷ് സ്റ്റാർട്ടിന് അത്രയും ഒരു നല്ലൊരു ഹൈപ്പിൽ നല്ലൊരു ബിൽഡപ്പിൽ അത് കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റിൽ അവർക്ക് അത് ചെയ്യാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹമില്ലായിട്ടോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഡിലേ ആക്കണമെന്നല്ല. അതിൻ്റെ ബാക്ക് എൻഡിലുള്ള ഇപ്പം ഞാൻ എന്തോ ഒരു മിഞ്ഞാന്ന് ഇന്നലെയൊക്കെ സ്ക്രീൻഷോട്ട് എന്തോ ഒരു സ്റ്റോറി കണ്ടിന് പാക്കുൻ്റെയിലും ബ്രാവൻ്റെയിലൊക്കെ 300 മണിക്കൂറായിട്ട് വി സിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും? ഒരു 12 ദിവസമെങ്കിലും ഉണ്ടാവും മിനിമം. 12-13 ദിവസം. ആ അതിപ്പോ ഇന്നൊക്കെ ചിലപ്പോ ഒരു എന്താ പറയാ 350-325 ഉണ്ടാവും. അപ്പൊ 10-13-15 ദിവസമായിട്ട് 2 ആഴ്ചയായിട്ട് ബി സിന്ന് പോലും മാറാതെ ഒരാളല്ലെങ്കിൽ ഒരാൾ അതിന്റെ ഉള്ളിൽ ഇരുന്ന് അങ്ങനെയും അത് അത്രയും ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് ഇരുന്ന് കണ്ട് ആ സെർവർ ബിൽഡ് ചെയ്യാൻ നോക്കുന്നതിന്റെ ഇടയിൽ അവിടെ പോയി കണ്ട് തലപ്പിരാന്താക്കണ ഓരോ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരായിട്ടാണ് വെച്ച് അവരാധിക്കാത്തത്. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിണ്ടല്ലോ നന്നാക്കി പറയും, പോടാ കുണ്ണാളെ തന്നെ പറയും. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുമ്പ് ഈ ചാറ്റ് വന്ന് കണ്ട് ഇടുന്നതിന് കുറേ എണ്ണം ഞാൻ അവിടെ കാണാത്തൊന്നല്ല, നമ്മൾ കുറേയൊക്കെ മൈൻഡ് ആയാതെ വിടുകയാണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ ഈ ചാറ്റ് മാത്രം ഇന്ന സാധനം മാത്രം ഇതിൽ വരുള്ളൂ എന്ന് കാണുമ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ കഴിയൂല. കുറേയൊക്കെ ഇത് അവോയ്ഡ് ചെയ്ത് വിടുന്നതാ. അത് മനസ്സിലാക്ക്. കുറച്ചൊക്കെ മെച്യൂർഡ് ആയാണ്ട് അത് ബിഹേവ് ചെയ്യാൻ പഠിക്കുക ചാറ്റ്. ഞാൻ എല്ലാവരുടെ അടുത്തും അല്ല, ചെയ്യണ കുറച്ച് കുണ്ണാളുണ്ട്, അത് എനിക്കറിയാം. അവരുടെ അടുത്താ പറഞ്ഞത്. VH ഫാൻസ് ഞാൻ അങ്ങനെ VH ഫാൻസ്, TBA ഫാൻസ്, KVA ഫാൻസ് നല്ലതല്ല. മൊത്തത്തിൽ എല്ലാവരുടെ അടുത്തും കൂടിയാ പറഞ്ഞത്. കോമൺ ആയിട്ട് കുറെ ഉണ്ട്. ഈവൻ ദോ നമ്മളെ ചാറ്റിനോട് അടക്ക പറഞ്ഞത്. ആസ്ട്രിക്സിൽ കയറി TT എടുക്ക്, ഒരു RPO ഒരു വാറോ ഒക്കെ അടിക്കാം. TTയാ? എന്താ TT? ഗാലറി ചെക്ക്. ഗാലറിയിൽ ഇനി ഒരു അണ്ടി ഉണ്ടാവുമല്ലോ കേട്ടോ. എടാ നീ ഇത് കണ്ടടാ നോക്കിയേ? എന്താ വയറലോ? ഇല്ല.
ഈ തള്ള PC ഫുള്ള് സോപ്പും പടി മറ്റേ സർഫും പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഫുള്ള് PC കക്കി. ആ സൂപ്പർ വെള്ളം മാറുന്ന ഇത് ഒറിജിനലാടാ, ഇത് നടന്നു പോവാന്ന്. മയിരി അതിന്റെ മകൻ വന്നിട്ട് എന്താക്കിയാവല്ലേ തള്ളേനെ? അല്ല ഇത് AI ഒന്നല്ല, ഇത് ഇതിന്റെ ഒരുപാട് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ഇത് കളിയാക്കി കണ്ട് എത്ര പേരുണ്ടായിരുന്നു അറിയോ? ഇതിനെ ട്രോൾ ചെയ്ത് കണ്ട് എത്ര പേരുണ്ടാക്കിന്നെ. AI ആണോ? AI ഒന്നല്ലടാ. എനിക്ക് ആയിട്ട് തോന്നുന്നില്ല, എനിക്ക് ഒറിജിനാലിറ്റി ആയിട്ട് തോന്നുന്നത്. ഇല്ലില്ല, ഇത് കളിയാക്കി കണ്ട് കൊറേ പേര് ഇതിന്റെ ഒരു കട്ട്സ് വീഡിയോ ഇറക്കി. സുനു സൂന്ന എന്തിനു സുനു എന്തിനാ വരുന്നേ? സുരു ഇതുപോലെ ചെയ്യുന്നത് സൂട്. ആ ഓ നമ്മളെ PC-ലെ ഇല്ല. ഇലക്ട്രോണിക്സ് ഒക്കെ ഞാൻ പറയട്ടെ, മറ്റേ കുട്ടികളെ കൊണ്ടെടുക്കണ മാതിരി കൊണ്ടെടുക്കും. ഐപാഡ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അത് നിലത്ത് വെച്ച എറുമ്പരിക്കും, തലി വെച്ച മറ്റേ ഇതായിരിക്കും എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ കൊണ്ടടക്കും. ശരിക്കും പറഞ്ഞല്ല പണ്ട് വാക്കുവിന്റെ ഇത് ഞാൻ കണ്ടത്, വാക്കുവിന്റെ ഇത് എനിക്ക് അയച്ചതിനെ ശരിക്കും പണ്ടേ ഒരു ഐപാഡ് മേടിച്ചു കൊടുത്താൽ ഇപ്പോഴും പൊന്നോല് കൊണ്ട് ആ നടക്കണല്ലോ. ഉണ്ട്. അതുകൊണ്ട് അത് മേടിക്കണ്ട. വീഡിയോ ആരാ എടുത്തേ? അപ്പൊ വീഡിയോ ആരാ എടുത്തേ? കേൾക്കാതെ ഇത് സീനാ. സർക്കാർ 5 കോടിയുടെ വാങ്ങിച്ചിട്ട് ഇവിടെ മൊത്തം പെൺമാണ് കിട്ടിക്കാനാണ്. സർക്കാർ 5 കോടിയുടെ വാങ്ങിച്ചിട്ട് ഇവിടെ മൊത്തം പെൺമാണ് പോവും. മറ്റേ ഡ്രഗ്സിന്റെ മാഫിയ കേന്ദ്രമാണിത്. നമുക്കിത് പോയി കണ്ടു നോക്കാം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്. 5 കോടി സർക്കാർ, നമ്മൾ പാട് വിളിച്ച സാധാരണക്കാരുടെ 5 കോടി ടാക്സ്. അയ്യോ ഇവിടെ എന്തോ ശബ്ദം കേൾക്കുമല്ലോ. അയ്യോ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്. എന്താണത്? അപ്പടൊക്കെ ജോഷാണ് അത്. യുടെ കേന്ദ്രമാണ് ഗൈസ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി ഒരു പൗരൻ ഡ്രഗ്സ് വെച്ച് കുണ്ടനായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് സർക്കാർ ഉണ്ടാക്കിയ 5 കോടി. സാധാരണ ചുമ്മാ ഇട്ട് വെച്ചിരിക്കുക. പണ്ടത്തെ ഹോട്ടലായിരുന്നു ഇവിടെ, വലുത് ഹോട്ടൽ. ഇതിപ്പോ കണ്ടു പയ്യന്മാരുടെ ചെടിയൊരു കൊടുക്കും നോക്കടാ കൂണ്ണ ഉമ്മാരൊക്കെ. ഇത് എന്തോന്നടാ, ഇത്രയും ബുദ്ധിയുള്ള ഒരാളുള്ളത് കൊണ്ട് ഇത്രയും ഇതായിട്ട് പോയി. സത്യം പറഞ്ഞ നീയാണ് ഇവിടെ ഐഡിയ ആവണേ. ഹലോ ഞാനാരാ? നീ ഇതില് ബ്ലൂ, ഞാൻ ഇതില് യെല്ലോ. ഓക്കെ എങ്ങോട്ട് പോണ്ടേ? റൈറ്റ് പോണോ ലെഫ്റ്റ് പോണോ? കാറിന്റെ കൂടെ അല്ല, ഈ കമ്പിയുടെ കൂടെ പോ. എല്ലാത്തിന്റെ ഇടയിൽ കൂടി നടക്ക് പോണല്ലേ. വെയിറ്റ് ചെയ്യണം ബിലാലെ മാസ്റ്റർ മോഡി ഇപ്പൊ. അയ്യോ ഇത് 3 മിനിറ്റ് ആണ് ആ വീഡിയോ. എന്റെ ഈ കുൽസിത വീഡിയോ ഒക്കെ 3 മിനിറ്റ് കണ്ടിരിക്കാനൊന്നും എനിക്ക് ടൈമില്ല. കുമ്പുന്റെ ഏതൊരു സീസണിലും ഡൾഡ് ആൻഡ് ടാൻഡ് ഫേസസ് കോമൺ ആണ്. അതിനൊരു എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദിസ് ഈസ് ഗാസോ മാജിക് ഫേസ് വാഷ്. ഇതിലുള്ള ലാക്റ്റിക് ആസിഡ് ബെഡ് ടാൻഡ് ലെയറിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്കിന്നിനെ ഡീപ് ക്ലീൻ ചെയ്യാനും സഹായിക്കുന്നു. ആൻഡ് ഈ ഒരു ഫേസ് വാഷ് 15 ഡേയ്സ് കൊണ്ട് എന്റെ ടാനിംഗ് സഹായിക്കും. കൂടാതെ സാഫ്രോൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഗ്ലോയിങ് ലുക്ക് നൽകാൻ ഈ ഒരു ഫേസ് വാഷ് ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആണ്. ആൻഡ് സൾഫേറ്റും പാരാബനും അടങ്ങിയിട്ടും ഇല്ല. സോ നിങ്ങൾ ടാനിംഗ് ആൻഡ് ഡൾനെസ് കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് റിസൾട്ട് നിങ്ങൾക്ക് കളിയാക്കാൻ കൊണ്ട് നിന്ന നമുക്ക് അങ്ങനത്തെ കേസൊന്നുമില്ല. മനസ്സിലായോ? അമ്പലത്തിലല്ല, ഏതല്ല ഇതൊക്കെയാണ് പടം മോനെ. അമ്പലത്തിലല്ല, എവിടെ നടക്ക ഇവിടെ. വയ്യാന്ന് നീ പറയില്ല. പറഞ്ഞ നൃത്തം മാത്രമാവില്ല, ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്ക. മോഹൻലാൽ ലുക്കിലേക്ക് ക്ഷയിക്കുന്നൊക്കെ. മോഹൻലാൽ ലുക്കിലേക്ക് അങ്ങനല്ല, രാവണപ്രഭു ആണ് മോനെ പാടം. ദേവാസുരോ പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്.
പക്ഷെ ഒന്ന് മനസ്സിലാക്ക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. ഉള്ളിൽ 1000 മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കാണ് എന്നേക്കുമായി. പാടാം. ഇത് ദേവാസുരം, അതന്നെ ദേവാസുരം തന്നെയാണ് അതിന്റെ പേര് തോന്നുന്നുണ്ട്. ഇത് ലാസ്റ്റ് ക്ലിപ്പ് നോക്ക്. ബെറ്റർ ഗെയിം DC ലാസ്റ്റ് ക്ലിപ്പാ. DC അൺലോക്ക് ചെയ്താ. ഇതാണ് ഇത്. GTA 6 ലീക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമോ അറിയില്ല. ഇത് ഓപ്പൺ ആക്കാൻ പറ്റൂലടാ, അതിന് പ്രശ്നം വരുമോ? മിനിമൈസ് ചെയ്ത് കാണിച്ചോ, റിസ്ക് വേണ്ട. വേണ്ടടാ, റിസ്ക് എടുക്കാനാവില്ല. കിക്കൊക്കെ പോയാ ഇതൊരു ഇതാണ്. ആടാ ഈ കളി കളിക്കട്ടോ ഓണത്തിന് കുറി. നമുക്ക് വല്ല ഈ കളി പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു പണി എടുക്ക. ടർബോ വരട്ടടാ, ടർബോ പറ്റണെങ്കിൽ എന്തായാലും വരാന്ന് പറഞ്ഞു. ടർബോന് ഇതേമാതിരി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. കൂണ പിന്നെ മേലെ ഒരു പരിപാടിക്ക് വരാതിരിക്കാൻ പാടില്ല. ഞാൻ കണ്ടതാ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫീഡിൽ വരുന്നുണ്ട്. ട്രൈ ദിസ് എന്ന് പറഞ്ഞാണ്ട്. അപ്പോത്തിന് ഞമ്മളവിടെ തൂറ്റിച്ചാണ് കുണ്ടന്മാര്. ഇത്ര നല്ല ഗ്യാങ് ഡ്രസ് വേറെ എവിടെ ഉണ്ട് ചോദിക്കുന്നോ? പിന്നല്ല മാവേലി നാടുവനേടും കാലം കുറുപ്പൊക്കെ എന്താ പ്രൊഫസർ പോലെ നിക്കുന്നടാ, കോളേജ് പ്രൊഫസർ പോലെ. ഇസ്മായിൽ പക്ഷെ വലിയ സീനില്ല. മാലികോടുവനേടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോടത്തോടെ വസിക്കും കാലം ആപത്തങ്ങൾക്കുമില്ല ഒന്നും. വക്കുട്ടിയോ? ഇല്ല, വക്കുട്ടിന്റെ പോലെ ആരുള്ളതില്? വക്കുട്ടിന്റെ പേരുണ്ട്. കുറുപ്പ? ഇല്ലല്ല, വീലൊന്നുമില്ല. അണ്ണൻ സൂയി ബ്രോ. ഗോബാക്കാ നാറികളെ നമ്മള് വിട്ടുകൊടുത്തു ഇക്കുറിക്കത്തെ വേൾഡ് കപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ചങ്ക് വേൾഡ് മാച്ച് ജയിക്കുമ്പോൾ തീ കളി. ഞാനൊരു അസാധി ഗെയിമർ തന്നെ. ചോദിച്ചാൽ അയ്യോ ഫുൾ കൊണാമിയുടെ കൊച്ചുമോനാണ്. പ്രൗഡാണ്, സീരിയസ്ലി ഭയങ്കര പ്രൗഡാണ്. ഇങ്ങനെ ഒരു കുറഞ്ഞ ഷോർട്ട് ടൈമിൽ നമ്മളൊരു ഗ്യാങ് ഫോം ആക്കിയിട്ട് എന്റെ അഭിപ്രായത്തിൽ ആകെ 2-2.5 മാസം ആയിട്ടുണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ഗ്യാങ് തുടങ്ങിയിട്ട് സ്റ്റിൽ ടോപ്പ് ടയർ എന്നുള്ള ഒരു രീതിയിൽ നമ്മളെ ഗ്യാങ്ങിന്റെ പേര് നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളെല്ലാവരും എഫേർട്ട് ഉണ്ട്. പ്രൗഡ് ടു ബി എ ലീഡർ, പ്രൗഡ് ടു. അതൊക്കെയാണ് കംബാക്ക്. മനസ്സിലായോ? ഫസ്റ്റ് കളി മാറ്റി നിർത്തേണ്ട അവസ്ഥയാണ്. നമ്മളെ 2 ലൈനപ്പ് തിരിച്ച് #3 നമ്മൾ എത്തിയത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രോമാഞ്ചിഫിക്കേഷൻ കളിയാണ്. 800 പേര് പങ്കെടുത്തതില് ലാസ്റ്റ് 30 പേരിൽ വരിക എന്ന് പറഞ്ഞാൽ ഗൈസ് ഇറ്റ്സ് നെവർ ആൻ ഈസി തിങ്. ഒരിക്കലും കൊള്ളാല്ലേ പാട്ട്? ഉണ്ടോ ആരാടാ നമ്മളെ ഊപ്പിച്ചാനായിട്ട്? ശരിക്കാ ഭാഷ വിളിക്ക് വീഴ്ചയിൽ. എന്നിട്ട് നിങ്ങൾ RP ചെയ്യുക. ഇന്നലത്തെ RP കണ്ട് ചിരിച്ച് ചത്ത് ചെയ്യുക ഭാഷ. എടാ അതൊക്കെ ഒരു ഫ്ലോ RP ബ്രോ. അതെപ്പോഴും വർക്കൗട്ട് ആവില്ല, മനസ്സിലായോ? എപ്പോഴും കിട്ടണമെന്നില്ല. ഗാലറി തന്നെയാണ് ഇത്ര നേരം ചെക്ക് ചെയ്ത് അല്ലേ? ഗാലറി എന്താ നമ്മളെ നമ്മൾ ഊമ്പിക്കുക എന്നുള്ളതാണ്.